ഹയോൾ ഇപ്പോൾ മോഡ്യൂൾ 1 ഇതുവരെ പഠിച്ച ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഡ്രോ ദ ഓറിയന്റഡ് ഗ്രാഫ് ആൻഡ് റൈറ്റ് ഇൻസിഡൻസ് മെട്രിക്സ്, ഡൈസെക്ട് മെട്രിക്സ്, കട്ട്സെറ്റ് മെട്രിക്സ്. ഓക്കെ, ഡൈസെക്റ്റും കട്ട്സെറ്റും അതേപോലെ ഇൻസിഡന്റ് മെട്രിക്സും എ ബി ക്യൂ എന്നുള്ള മെട്രിക്സ് എഴുതണം. ആദ്യം എന്ത് ചെയ്യണം, ഗ്രാഫും വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നോഡുകൾ എത്ര മാർക്ക് ചെയ്യാം. ഇതാ ഒരു നോഡാണ്, ഇത് രണ്ടാമത്തെ നോഡാണ്, ഇതെന്താണ് മൂന്നാമത്തെ നോഡാണ്. ഓക്കെ, അപ്പൊ ഇത് ബ്രാഞ്ച് അതെന്ത് ചെയ്തു, ആദ്യം മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, റീപ്ലേസ് ഓൾ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് ബൈ ലൈൻസ്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇതൊക്കെ എന്ത് ചെയ്യണം, ലൈനായിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തു. മൂന്നാമത്തെ, റീപ്ലേസ് വോൾട്ടേജ് സോഴ്സ് ബൈ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കറന്റ് സോഴ്സ് ബൈ ഓപ്പൺ സർക്യൂട്ട്. വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു, കറന്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. കറന്റ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ എന്താ, ഈ ബ്രാഞ്ച് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അസ്യൂം ഡയറക്ഷൻ ഓഫ് ബ്രാഞ്ച് കറന്റ് ആർബിട്രറി. പിന്നെ എന്ത് ചെയ്യാണ്, കറന്റ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഞാനിപ്പോ 1, 2 എന്നുള്ള ബ്രാഞ്ച് ഉണ്ട്, അല്ല 3 എന്നുള്ള നോഡ്, 3 നോഡ്സുകൾ എന്തുണ്ട് നമുക്കുണ്ട്. അപ്പൊ ഈ 1ഉം 3ഉം തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. 1ഉം 2ഉം തമ്മിൽ ഈ കണക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷനും കൂടി ഉണ്ടാവും. ഓക്കെ, പിന്നെ 2ഉം 3ഉം തമ്മിൽ എന്തുണ്ട്, മറ്റൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇക്കാരം ഇതിന്റെ എന്തുണ്ടാവുക, ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ഗ്രാഫ് ഉണ്ട്. ഓറിയന്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന് ഡയറക്ഷനും കൂടി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ ചെയ്യുക, മാർക്ക് ചെയ്യാം. അപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞാൽ നോഡ് ഉണ്ട്, പിന്നെ 4 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, 4 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ബി സിക്വൽ ടു 4 എൻ സിക്വൽ ടു 3 ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, അപ്പൊ ഡയറക്ഷനും കൂടി മാർക്ക് ചെയ്താലുള്ളതാണ് എന്ത്, ഓറിയന്റഡ് ഗ്രാഫ് എന്നുള്ളത്. ഓക്കെ, ഓറിയന്റഡ് ഗ്രാഫ് ആയി. ഇനി രണ്ടാമത് നമുക്ക് നെക്സ്റ്റ് വയ്ക്കുള്ളത് ഇതിന്റെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. അപ്പൊ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നോട്ട്സുകൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. 1, 2, 3 നോട്ട്സുകൾ മാർക്ക് ചെയ്തു. പിന്നെ ബ്രാഞ്ചസുകൾ 1, 2, 3, 4 എന്നുള്ള 4 ബ്രാഞ്ചസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ബ്രാഞ്ചസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നോഡ് എടുത്തു, ഫസ്റ്റ് നോഡിലോട്ട് ഫസ്റ്റ് ബ്രാഞ്ച് എൻ്റർ ചെയ്യാം. രണ്ടാമത്തെ ബ്രാഞ്ച് ടച്ച് ചെയ്തിട്ട് നാലാമത്തെ ബ്രാഞ്ച് ടച്ച് ചെയ്തിട്ട്, അപ്പൊ മൂന്നാമത്തെ ബ്രാഞ്ച് ടച്ച് ചെയ്തില്ലോ, ഇല്ലല്ലോ, അതുകൊണ്ട് മൂന്നാമത്തിന്റെ 0 ആണ്. അപ്പൊ 1ഉം 1, 2, 4 ഈ 3 ബ്രാഞ്ചുകളാണ് 1നെറ്റ് ടച്ച് ചെയ്തിട്ട്. 1 ഇതിലോട്ട് എൻ്റർ ചെയ്യാനുള്ളതുകൊണ്ട് അതിനെന്തിട്ട് എടുക്കും, -1 എടുക്കും. 2 ലീവ് ചെയ്യാണ്, അപ്പൊ 2ന് 1 എടുക്കും. 4 എന്ത് ചെയ്യാണ്, ഇതിലോട്ട് എൻ്റർ ചെയ്യും, അപ്പൊ അത് 4ന് എന്ത് ചെയ്യും, -1 എടുക്കും. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ഉള്ളത് നോക്കി വെക്കുക. ഇനി രണ്ടാമത് നോക്കുക, രണ്ടാമത് 3ഉം 4ഉം ആണ് ടച്ച് ചെയ്തത്. അപ്പൊ 1ഉം 2ഉം എന്തേക്കാരം, 0 ആയിക്കാരം. 3ഉം 4ഉം ലീവ് ചെയ്യാണ്, അപ്പൊ ലീവ് ചെയ്യുന്നത് 2 എന്തേക്കാരം, +1 ആയിക്കാരം. മൂന്നാമത്തെ ബ്രാഞ്ച് വെക്കുക, മൂന്നാമത്തെ ബ്രാഞ്ച് 1, 2, 3 ടച്ച് ചെയ്ത്, 4 ടച്ച് ഇല്ല, അപ്പൊ 4ന് 0 ഇട്ട് കൊടുത്ത്. പിന്നെ 1 ലീവ് ചെയ്യാണ്, 1 ലീവ് ചെയ്യണോണ്ട് +1 ആകും. 2 എന്ത് ചെയ്യാണ്, ഇതിലോട്ട് എൻ്റർ ചെയ്യാണ്, 3 എൻ്റർ ചെയ്യാണ്, അപ്പൊ എന്ത് വരും, -1 ഇട്ടു. ഓക്കെ, ഇനി നോക്കുക, ഇത് ആഡ് ചെയ്ത് നോക്കുക. -1, 1, 0, 1 - 1, 0, 1 - 1, 0, -1, 1, 0. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ അതാണ് ഇത് ഇൻസിഡന്റ് മെട്രിക്സ് ആക്കിയിട്ട് എഴുതുന്നത്. ഇനി റെഡ്യൂസ്ഡ് ഇൻസിഡന്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു റോ റിമൂവ് ചെയ്യും. ഓക്കെ, ഒരു റോ റിമൂവ് ചെയ്താൽ ഇവിടെ ഏതാണ്, തേർഡ് റോ ആണ് റിമൂവ് ചെയ്തത്. അപ്പൊ തേർഡ് റോ റിമൂവ് ചെയ്തിട്ട് എഴുതി, അതാണ് എന്താ എ എന്നുള്ള ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, ഇനി രണ്ടാമത് കാണാനുള്ളത് ടൈസെറ്റ് മെട്രിക്സ് ആണ്. ടൈസെറ്റ് മെട്രിക്സ് കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ട്രീ സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒരു ട്രീ സെലക്ട് ചെയ്യണം. ട്രീ എന്ന് വെച്ചാൽ 3 ബ്രാഞ്ചും 3 നോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇത്. ഓക്കെ, എത്ര ട്രീ ഉണ്ടെന്ന് എങ്ങനെയാണെന്ന, എ ട്രാൻസ്പോസ് കണ്ടെത്തിയാൽ അതിന്റെ മെട്രിക്സ് കണ്ടാലേ എത്ര ട്രീ ഉണ്ടെന്ന് കണ്ടെത്തും. അത്രയും ട്രീ ആയിക്കാരം ഇതിനുണ്ടാവും. എന്നുള്ള മെട്രിക്സ് ഇതാണ്. എ ട്രാൻസ്പോസ് സെറ്റ് എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഒന്നും ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ട്രീ എടുക്കുക. ഓക്കെ, ഇതാണ് ഞാൻ എടുത്ത ട്രീ. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഓക്കെ, 2 എന്നുള്ള ബ്രാഞ്ച് ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 2, 4 ആണ് ഇതിന്റെ ടിപ്സ്.
1ഉം 3 ആണ് എന്ത് ഇതിന്റെ ലിങ്ക്. ഓക്കെ, അപ്പോ നമ്മൾ ടൈസെറ്റ് മെട്രിക്സ് കാണുകയാണെങ്കിൽ അത് എന്തിന്റെ ടേമിലാണ് എഴുതുക? ലിങ്കിന്റെ ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ലിങ്കിന്റെ ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ലിങ്ക് ഇവിടെ ഏതൊക്കെയാണ്? അപ്പൊ ഇതാണ് 1 2 3. ഇതാണ് ഞാൻ എടുത്ത ട്രീ. ഇതാണ് ഞാൻ എടുത്ത ട്രീ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലിങ്ക് നോക്കുകയാണെങ്കിൽ ഈ ലിങ്ക് ആഡ് ചെയ്താൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്ലോസ് ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ടൈസെറ്റ് 1, അതായത് 1 ആഡ് ചെയ്തപ്പോൾ ഇതെന്ത് ചെയ്തു? ഒരു ക്ലോസ് ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതേ ഡയറക്ഷനാണ് നമുക്ക്. 1ഉം 3 ആണല്ലോ ലിങ്ക് ഉള്ളത്. അപ്പൊ 1ഉം 3 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി. 1 2 3 4 ബ്രാഞ്ചസ് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി. അപ്പൊ ടൈസെറ്റ് 1 നോക്കുകയാണെങ്കിൽ 1ന്റെ അതേ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ 1ന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 1ഉം ഈ 2 എന്നുള്ള ബ്രാഞ്ചും സെയിം ഡയറക്ഷനാണ്. അപ്പൊ അതിന് രണ്ടിനും എന്തിട്ട് കൊടുക്കും? 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. 3ഉം 4ഉം അതിനിട്ട് ടച്ച് ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ ടൈസെറ്റായ ടൈസെറ്റ് 3 എടുക്കുക. ടൈസെറ്റ് 3 എടുക്കണം. ടൈസെറ്റ് 3 എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇതാണ് ടൈസെറ്റ് 3 ആഡ് ചെയ്തപ്പോൾ ഇതെന്ത് ചെയ്തു? ഒരു ക്ലോസ് ലൂപ്പ് എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ കറന്റ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് 2 എന്നുള്ള ബ്രാഞ്ച്, 4 എന്നുള്ള ബ്രാഞ്ച്. അപ്പൊ 1 ഇതിനിട്ട് ടച്ച് ചെയ്യില്ല, അതുകൊണ്ട് 1ന്റെ ബ്രാഞ്ച് 0 ആയി. 3 എന്നുള്ളത് സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ 3 സെയിം ഡയറക്ഷൻ 1 ആയി. 2 എന്നുള്ളത് ഓപ്പോസിറ്റ് ആണ്, 4 എന്നുള്ളത് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 4ഉം 2ക്കും എന്തിട്ട് കൊടുത്തു? -1 കൊടുത്തു. ഇതാണ് എന്ത്? ടൈസെറ്റ് മെട്രിക്സ്. അപ്പൊ ടൈസെറ്റ് മെട്രിക്സിന് ലിങ്കുകളാണ് ആദ്യം കണ്ടെത്തുന്നത്. അപ്പൊ ലിങ്ക് 1ഉം 3 ആണ്. അപ്പൊ ടൈസെറ്റ് 1 ടൈസെറ്റ് 3 എന്നിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കട്ട് സെറ്റ് ആണ് കാണുന്നത്. ഓക്കെ, കട്ട് സെറ്റ് കാണുകയാണെങ്കിൽ സെയിം ഗ്രാഫ് നമ്മൾ എടുക്കും. അപ്പൊ 2 4 എന്നുള്ള ടിക്കുകളാണ്. അപ്പൊ ടിക്കിനനുസരിച്ചാണ് ആര് മാർക്ക് ചെയ്യുക? കട്ട് സെറ്റ് മാർക്ക് ചെയ്യുക. അപ്പൊ ടിക്സ് 2 4 ആണ്. അപ്പൊ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് 2, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് 4. 2 4 എന്നുള്ള കാര്യം റോ ഉണ്ടാവാം. ബ്രാഞ്ച് അത് അതേപോലെ തന്നെ എഴുതും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണേ? അത് നമ്മുടെ 1 2 3 ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? ഇതാണല്ലോ നമ്മുടെ ഒരു ടിഗ് 2 എന്നുള്ള ബ്രാഞ്ച്. ആ 2 എന്നുള്ള ബ്രാഞ്ചിന്റെ അതേ ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ്. 3 എന്നുള്ള ഡയറക്ഷൻ സെയിം ആണ്, 1 ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 1 ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 1ന് എന്ത് ചെയ്യും? -1 എന്ന് വരും. 2 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് +1 വരും. 3 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് +1 വരും. 4 കണക്ട് ചെയ്യാത്തതുകൊണ്ട് 0 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏതാണ്? ടിഗ് ഏതാണ്? ഇതാണ് രണ്ടാമത്തെ ടിഗ്. രണ്ടാമത്തെ ടിഗ് ഏതാണ്? ഈ 4 എന്നുള്ളതാണ് രണ്ടാമത്തെ ടിഗ്. അപ്പൊ 4ന്റെ അതേ ഡയറക്ഷൻ കട്ട് ചെയ്തു. ഇത് 1നും 2നും ടച്ച് ചെയ്യില്ല, അതുകൊണ്ട് 1നും 2നും ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ വാല്യൂ 0. 3നും 4നെയാണ് ടച്ച് ചെയ്യുന്നത്. 3ഉം 4ഉം സെയിം ഡയറക്ഷൻ ആണ് ഈ കട്ടിന്റെ, അതുകൊണ്ട് +1 ആക്കിയിട്ട് എഴുതും. അപ്പൊ ഇതാണ് എന്ത്? കട്ട് സെറ്റ് മെട്രിക്സ് Q എന്നുള്ളത്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. സെയിം ഓറിയന്റഡ് ഗ്രാഫ്, ഇൻസ്റ്റൻസ്, ടൈസെറ്റ്, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത്? ഒരു നോഡ്, രണ്ടാമത്തെ നോഡ്, മൂന്നാമത്തെ നോഡ്. ഓക്കെ, സ്റ്റെപ്സ് ആൾ എന്തൊക്കെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതൊക്കെ എന്താ ചെയ്യുക? ഷോർട്ട് ചെയ്യുക. ഇത് ഷോർട്ട് ചെയ്തു, ഇവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ ഷോർട്ട് ചെയ്തു. വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു, ഇത് ഷോർട്ട് ചെയ്തു, ഇത് ഷോർട്ട് ചെയ്തു, ഈ ഷോർട്ട് ചെയ്തു, ഈ റെസിസ്റ്റർ ഷോർട്ട് ചെയ്തു. ഇതെന്താണ്? ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആയതുകൊണ്ട് ഈ സർക്യൂട്ട് ഒന്നും ഇല്ല, നമുക്ക് ആവശ്യമില്ല. അപ്പൊ എന്തൊക്കെ ഉണ്ടാവുക? 1 ഉണ്ടാകും, 2 ഉണ്ടാകും, 3 ഉണ്ടാകും. 1ഉം 2 തമ്മിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാകും. 1ഉം 2ഉം തമ്മിൽ ഇങ്ങനെ ഒന്നുണ്ടാകും. 1ഉം 3ഉം തമ്മിൽ ഇങ്ങനെ ഒന്നുണ്ടാവും. 2ഉം 3ഉം തമ്മിൽ മറ്റൊന്ന്. ഓക്കെ, ഇതാണ് 1 2 3. ഓക്കെ, ഇങ്ങനെ ഇക്കാരം ഏകദേശം ഉണ്ടാവുക. ഇതിനൊന്ന് ഇതിലായിട്ട് വർക്ക് ആണെങ്കിൽ 1 2 3. ഓക്കെ, 1 2 3. 1ഉം 2ഉം 3ലോട്ടുണ്ട്. 1ഉം 2ഉം കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ മോഡല് വരക്കാം. ഓക്കെ, അപ്പൊ ഇതില് എന്ത് ചെയ്തു? ബ്രാഞ്ചസ്
മാർക്ക് ചെയ്തു, ബ്രാഞ്ചസ് 1 2 3 4. ഓക്കെ, ഡയറക്ഷൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഓറിയന്റഡ് ഗ്രാഫ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് ആദ്യം എന്താ ചെയ്യുന്നത്, ഇൻസിഡന്റ് മാട്രിക്സ് ആണ്. അപ്പോൾ 1 2 3, ഇവിടെ 1 2 3 4 എന്ന് അറിയാണ്ട് 4 ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ 1 ഇതിലോട്ട് എൻട്രി ചെയ്യാണ്, 3 എൻട്രി ചെയ്യാണ്. അപ്പോൾ 1 എൻട്രി ചെയ്യുന്നോണ്ട് -1, 3 എൻട്രി ചെയ്യുന്നോണ്ട് -1, 4 ലീവ് ചെയ്യാണ്, 4 ലീവ് ചെയ്യണോണ്ട് +1 ആകും, 2 ടച്ച് ചെയ്യണില്ല അതുകൊണ്ട് 0. ഇനി രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ നോക്കുമ്പോൾ 2 ലീവ് ചെയ്യാണ്, 3 ലീവ് ചെയ്യാണ്, 4 എൻട്രി. 1 ടച്ച് ഇല്ല, 1 ടച്ച് ഇല്ലാത്തതുകൊണ്ട് 0. 2 എന്നുള്ള ബ്രാഞ്ച് ലീവ് ചെയ്യുന്നോണ്ട് 1, 3 എന്നുള്ള ബ്രാഞ്ച് ലീവ് ചെയ്യുന്നോണ്ട് 1, 4 എന്നുള്ള ബ്രാഞ്ച് എൻട്രി ചെയ്യുന്നോണ്ട് -1. ഇനി ഇത് നോക്കുകയാണെങ്കിൽ 1 ഉം 2 മാത്രം ടച്ച് ചെയ്യണുള്ളൂ, അപ്പൊ ഇത് 0 ഇത് 0. എങ്ങനെ വരിക, ലീവ് ചെയ്യാണ്, അപ്പൊ ഇവിടെ 1 വരും, ഇത് 2 എന്നുള്ളത് എൻട്രി ചെയ്യാണ്, -1 വരും. ഓക്കെ, അപ്പൊ ഇതാണ് കാരണം ഇൻസിഡൻസ് മാട്രിക്സ്. ഓക്കെ, ഇൻസിഡന്റ് മാട്രിക്സ് ഇതിന്റെ ഇൻസിഡന്റ് -1 1 0 1 -1 0 -1 1 0 1 -1 0. ഓക്കെ, അതിൽ നിന്ന് ഒരു റോ റിമൂവ് ചെയ്തു. ഓക്കെ, ഒരു റോ റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റെഡ്യൂസ്ഡ് ഇൻസിഡന്റ് മാട്രിക്സ് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്ത ഗ്രാഫ് ഏതാണ്, ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തിട്ടുള്ളത്, 1 3 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടൈസെറ്റ് മെട്രിക്സ് കാണാൻ ഏതൊക്കെയാണ് ലിങ്കുകളാണ് നോക്കുന്നത്. അപ്പൊ ലിങ്കുകൾ ഏതൊക്കെയാണ്, ഇവിടെ 3ഉം 4ഉം ആണ് ലിങ്ക്. അപ്പൊ 3 ഞാൻ ആഡ് ചെയ്താൽ, ഗ്രാഫ് 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്ലോസ് ലൂപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ 3 എന്നുള്ളത് ഉണ്ട്. അപ്പോൾ 3ന്റെ അതേ ഡയറക്ഷൻ ആണ്, ഇത് 3 ഇത് 1 ഇത് 2. അപ്പോൾ 1 2 3 4 4 ആയിട്ട് ടച്ച് ചെയ്യണില്ല, അതുകൊണ്ട് എന്താണ് അത് 0. ഇതാണ് ക്ലോസ് ലൂപ്പ്. അപ്പൊ 3ക്ക് എന്തേലും 1 വരും. ഇങ്ങനെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ 1 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ -1 -1, 3ക്ക് 1 ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ടൈസെറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, 4 ഇത് 1 ഇത് 2. ഓക്കെ, അപ്പോൾ ഇതിൽ 3 വരുന്നില്ല, 3 വരാത്തതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആണ്. 4ന്റെ അതേ ഡയറക്ഷൻ ആണ് 2, 1 എന്നുള്ളതും സെയിം ഡയറക്ഷൻ, എല്ലാം സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം പോസിറ്റീവ്, 1 1 1 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടൈസെറ്റ് മെട്രിക്സ്. ഇനി കട്ട് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഏതാ എടുക്കുക, ടിക്സ് ആണ് എടുക്കുക, അതായത് 1ഉം 2 ആണ് ഉണ്ടാവുക. ഓക്കെ, കട്ട് സെറ്റ് 1 കട്ട് സെറ്റ് 2 എന്നായിട്ടേക്കാരം വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ കട്ട് ചെയ്യാണ്, ഈ 1 എന്നുള്ളതിനെ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാണ്. അപ്പൊ 1ന്റെ അതേ ഡയറക്ഷൻ എടുക്കും. ഓക്കെ, 1ന്റെ അതേ ഡയറക്ഷൻ എടുക്കുകയാണ്. അപ്പൊ 1ന്റെ അതേ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ കട്ട് സെറ്റ് 1ഉം കട്ട് സെറ്റ് 2 ആണ്, അത് ഞാൻ ഇവിടെ എഴുതി, ബ്രാഞ്ചസ് ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ 1 പോസിറ്റീവ് ആണ്, 3 പോസിറ്റീവ് ആണ്, 4 നെഗറ്റീവ്. 1 പോസിറ്റീവ് ആണ്, 3 പോസിറ്റീവ് ആണ്, 4 നെഗറ്റീവ് ആണ്, 2 എന്തില്ല, ടച്ച് വരുന്നില്ല. ഈ രണ്ടാമത്തെ കട്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്, 2ന്റെ അതേ ഡയറക്ഷൻ, 2 സെയിം ഡയറക്ഷൻ, 3 സെയിം ഡയറക്ഷൻ, 2 സെയിം ഡയറക്ഷൻ, 3 സെയിം ഡയറക്ഷൻ, 4 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പം -1 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് കട്ട് സെറ്റ് മെട്രിക്സ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഈ ഗ്രാഫിന്റെ ഇൻസിഡന്റ് മെട്രിക്സ് കാണാം, ടൈസെറ്റ് മെട്രിക്സ് കാണാം, കട്ട് സെറ്റ് മെട്രിക്സ് കാണാം. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ ഈ ഫിഗറിൽ തന്നിട്ട് ഇതിന്റെ എത്രത്തോളം ട്രീസ് ഉണ്ടെന്നാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, ട്രീ ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യാ ഇൻസിഡൻസ് മെട്രിക്സ് കാണാം, ഇൻസിഡന്റ് മെട്രിക്സ് ഇൻറ്റു, അതായത് A ഇൻറ്റു A ട്രാൻസ്പോസ് മെട്രിക്സ് കാണാം, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ എത്രത്തോളം ഗ്രാഫ് നമുക്ക് വരക്കാന്ന് കാണാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓരോരുത്തർ എടുക്കണ ഗ്രാഫും ഡിഫറെന്റ് ഗ്രാഫ് ആവുക, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇൻസിഡന്റ് മെട്രിക്സും ടൈസെറ്റ് മെട്രിക്സും കട്ട് സെറ്റ് മെട്രിക്സും എഴുതുക. ഓക്കെ, താങ്ക് യു.